ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറേയധികം കൊലപാതകങ്ങൾ, അതുപോലെ വമ്പൻ ട്വിസ്റ്റുകൾ, ഇങ്ങനെയുള്ള കഥകൾ മാത്രം കേട്ടാൽ പോരല്ലോ. ക്ലൈമാക്സിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്ന അങ്ങനെയുള്ള കഥകൾ കൂടെ കേൾക്കണ്ടേ. ഒരുപാട് വലിയ മികച്ച കഥ എന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും അവസാനം നിങ്ങളെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഞെട്ടിക്കാൻ പോകുന്ന ഒരു കിടിലൻ ക്ലൈമാക്സ് ഉള്ള ഒരു ഇച്ചിരി കിളി പാറിപ്പിക്കുന്ന ഒരു കിടിലൻ കഥ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കഥയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, തന്റെ ഫാമിലിയുടെ കൂടെ ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഒരു റിസോർട്ടിലേക്ക് റേച്ചലും ഫാമിലിയും കൂടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം റേച്ചലിന് അസ്വാഭാവികമായിട്ട് പല കാര്യങ്ങൾ ഫീൽ ആവുകയാണ്. പ്രധാനമായിട്ടും അവിടെ വരുന്ന എല്ലാ സ്ത്രീകളും ഒരുപാട് തവണ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ ഛർദ്ദിക്കുന്നത്? അതുപോലെ രാത്രി കാലങ്ങളിൽ പലരെയും ആക്രമിക്കാൻ വരുന്ന വ്യത്യസ്തയായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്ത്രീ. ആരാണ് ആ ഒരു സ്ത്രീ? എന്തായാലും ഈ ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സങ്കല്പിക്കാത്ത രീതിയിലാണ് കഥ അത് അവസാനിക്കുക. ഞാൻ ഉറപ്പ് തരാം, ഇങ്ങനെയൊരു ക്ലൈമാക്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് വലിയ ടോപ്പ് ലെവൽ സ്റ്റോറിയാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല വ്യത്യസ്തമായ കഥയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ രാത്രിയിൽ ഒരു വീട് കാണിക്കുകയാണ്. ആ വീടിനുള്ളിൽ ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്കാണ്. അവർക്കൊരു മോളുണ്ട്. ഇവരുടെ വഴക്കം കേട്ട് അവളാകെ പേടിച്ചിരിക്കുകയാണ്. ഇതേ നേരം കാട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു വ്യത്യസ്തമായ ശബ്ദം കേട്ട് ഈ പെൺകുട്ടി ആ ഒരു വീട് വിട്ട് ഇറങ്ങി ഓടുകയാണ്. ഇത് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കാണുന്നുണ്ട്. ഈ പെൺകുട്ടിയെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ, ചെമ്പൻ മുടിയുള്ള പെൺകുട്ടി. എന്തായാലും കാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദം കേട്ട് ഓടിപ്പോയ ആ ഒരു പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള റേച്ചലിനെയാണ്. അവളുടെ അച്ഛന്റെ കൂടെ ഒരു വലിയ റിസോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ആള് ഭയങ്കര ശോകത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. അവളുടെ അച്ഛൻ ഒരു കല്യാണം കഴിച്ചു. ആ രണ്ടാമത്തെ വിവാഹത്തിൽ അവൾക്കൊരു അനിയത്തി കൂടെയുണ്ട്, ആൽമ. എന്നാൽ ഇതിനോടൊന്നും വലിയ താല്പര്യം നമ്മുടെ റേച്ചലിന് ഇല്ലായിരുന്നു കേട്ടോ. ആകെ കൂടി ഒരു ശോകമായ ലൈഫ് എന്ന് പറയാം. എന്തായാലും ഇവരിപ്പോ അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് വെക്കേഷനും കാര്യങ്ങളൊക്കെ ഇവർ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അവരങ്ങോട്ടേക്ക് വന്ന പാട് തന്നെ ആ ഒരു റിസോർട്ടിന്റെ ഓണർ ഉണ്ടല്ലോ, തൽക്കാലം നമുക്ക് അവളെ ഫ്രെഡി എന്ന് വിളിക്കാം. ഈ ഫ്രെഡി നേരെ കാറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നേരെ ആ ചെറിയ പെണ്ണായിട്ടുള്ള ആൽമയോട് സംസാരിക്കുകയാണ്. പക്ഷെ ആൽമയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിന് പകരം ഈ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വോയിസ് ആയി മാറുന്ന ഒരു ഡിവൈസ് അവളുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചാണ് ബാക്കിയുള്ളവരോട് അവൾ സംസാരിക്കാറ്. എന്തായാലും ഇതേ നേരം തന്നെ അവിടെ എത്തിയ റേച്ചൽ നേരെ ബാത്റൂമിലേക്ക് ഒന്ന് പോവുകയാണ്. പിന്നീട് ബാത്റൂമിൽ അവൾ ഇരിക്കുന്ന നേരത്ത് ആരോ വന്ന് കതക് തട്ടുകയാണ്. അവൾ വിചാരിച്ചു രണ്ടാനമ്മയായിരിക്കുന്നു, ഞാൻ ഉള്ളിലുള്ളത് ഇപ്പൊ വരാന്ന് അവള് മറുപടി കൊടുക്കുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ രണ്ടാനമ്മ വന്നിട്ട്, എത്ര നേരെ റേച്ചലെ ഉള്ളിലിരിക്കുന്നു, ഒന്ന് വേഗം വാ, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ റേച്ചൽ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ നേരത്തെ വന്ന് വാതിലിന് മുട്ടിയത് ആരായിരിക്കും? എന്തായാലും വേഗം തന്നെ അവള് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് അപ്പുറത്തെ ബാത്റൂമിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അയാളുടെ ആ ഒരു ബൂട്ട് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. എന്തായാലും ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് റേച്ചൽ നേരെ പോകുന്നത് അനിയത്തിയായിട്ടുള്ള ആൽമയുടെ അടുത്തേക്കാണ്. ആൽമ ആ ഒരു സമയത്ത് ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. കാറിന്റെ ഡിക്കി തുറക്കണം, കാരണം അവരുടെ ഡോഗ് കാറിലുണ്ടല്ലോ. എന്തായാലും ഡോഗ് പുറത്തേക്ക് ഇറങ്ങിയ പാട് തന്നെ ആൽമ അതിന്റെ കൂടെ കളിക്കാൻ തുടങ്ങുകയാണ്. ഈ കാര്യം റേച്ചൽ അങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് കാട്ടിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ആൽമ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റേച്ചൽ വിചാരിക്കുകയാണ്, അവൾ എന്ത് കേട്ടിട്ട് ഈ കാട്ടിലേക്ക് നോക്കി നിൽക്കുന്നത്? കാരണം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ആൽമ ബിഹേവ് ചെയ്തത്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നുണ്ട് കേട്ടോ. അവരെന്തോ റേച്ചലിനെ പരിചയം അതുപോലെ സംസാരിക്കുകയാണ്. എന്നാൽ റേച്ചലിനാണെങ്കിൽ ഇയാളെ, അതായത് ഈ ലേഡിയെ മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ ഓണർ ആയിട്ടുള്ള ഫ്രെഡി അങ്ങോട്ടേക്ക് വന്നിട്ട്, ഓ റേച്ചൽ, ആളെ മനസ്സിലായില്ല അല്ലേ, ഇത് നമ്മുടെ ഡോക്ടറാണ് കേട്ടോ. ഇതും പറഞ്ഞ് അവളുടെ ഷോൾഡറിലെല്ലാം കൈവച്ചാണ് സംസാരിക്കുന്നത്. റേച്ചലിന് ഇത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ റേച്ചൽ അവളുടെ മുറിയിലേക്ക് പോവാണ്. ഒരു കത്തെടുത്തു, അതുപോലെ തന്നെ അതിന്റെ കൂടെ ചെറിയൊരു കത്തിയുണ്ട്. ഇത് രണ്ടും അവളുടെ ബെഡിന്റെ അടിയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ അമ്മയുടെ ഫോണിലേക്ക് അവൾ ചുമ്മാ ഇങ്ങനെ വിളിക്കുകയാണ്. അതായത് അമ്മയുടെ ആ ഒരു ഓർമ്മ ഇതുവരെയായിട്ടും റേച്ചലിന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. അമ്മയെ അവൾക്ക് മറക്കാൻ കഴിയുന്നില്ല. ചുമ്മാ അമ്മയോട് സംസാരിക്കുന്ന പോലെ, അമ്മ ഇതൊന്നും എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതും അച്ഛന്റെ രണ്ടാം ഭാര്യയും അനിയത്തി, ഇതൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല, എനിക്ക് വെറുപ്പാകുന്നു. സോ അവളിങ്ങനെ സ്വയം സംസാരിക്കുന്നതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ വരികയാണ്. അവളുടെ അച്ഛന് നന്നായിട്ട് മനസ്സിലായി അവൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്ന്. പക്ഷെ ആ മനുഷ്യന് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വന്ന ഫ്രെഡി എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ ഓണർ ഉണ്ടല്ലോ, ഇയാൾ പറയാണ്, എനിക്ക് തോന്നുന്നത് നമ്മുടെ റേച്ചൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവളുടെ മൈൻഡിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. റേച്ചലെ, ഇവിടെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, നീ ആ ഒരു ജോലി ചെയ്യുന്നു, ഞാൻ എന്തായാലും നല്ല സാലറി തരാം. റേച്ചൽ നന്നായിട്ടൊരു ചേഞ്ച് ആഗ്രഹിച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ജോലിക്ക് ഓക്കെ പറയാണ്. നേരെ ഇപ്പോൾ ആ ഒരു റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ്. ഓൾറെഡി അവിടെ മറ്റൊരു ലേഡി ഉണ്ട്, ജെന്നി എന്നാണ് അവരുടെ പേര്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ജെന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അധികവും ഇങ്ങോട്ടേക്ക് വരിക കപ്പിൾസ് ആയിരിക്കും. അവരുടെ ഹണിമൂണും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അവർ തിരിച്ചു പോകും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് കപ്പിൾസ് ഉണ്ട് എന്നൊക്കെ പറയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന ഒരു കപ്പിൾസില്, അതായത് അതിലൊരു സ്ത്രീ വല്ലാണ്ട് അവിടുന്ന് ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഒരു പോലീസുകാരനും അയാളുടെ ഭാര്യയും അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആ ഒരു ട്രിപ്പിന് വന്നതാണ്. എന്തായാലും റേച്ചൽ ആ ഒരു സ്ത്രീ എന്തിനാ ഇങ്ങനെ ഛർദ്ദിക്കുന്നത് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ അറിയാനാ? ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഫ്രെഡി വരുന്നുണ്ട്. ജോലിയൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ റേച്ചൽ പറയണത്, ആ കുഴപ്പമില്ല, കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ റേച്ചലെ, രാത്രി ഇനി ഒറ്റയ്ക്ക് ഇവിടുന്ന്
പോകണ്ട കേട്ടോ, പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരാം. അതൊന്നും കുഴപ്പമില്ലാന്ന് റേച്ചൽ പറയണം. അവളുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ട്, ഞാൻ പൊക്കോളെന്ന് പറയണം. എന്നാൽ ഫ്രെഡി അത് വേണ്ടാന്ന് പറയണം. കാരണം ഇത് അത്യാവശ്യം ഒഴിഞ്ഞ ഒരു ഏരിയ ആണ്, രാത്രി ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സേഫ് അല്ല. ആയിക്കോട്ടെ, നൈറ്റ് നമുക്ക് നോക്കാന്ന് റേച്ചൽ വലിയ സമ്മതമൊന്നും കൊടുത്തില്ല കേട്ടോ. ഇതേ നേരം തന്നെ നേരത്തെ ഒരു സ്ത്രീ വല്ലാണ്ട് ഛർദ്ദിച്ചായിരുന്നല്ലോ, അവരുടെ ഹസ്ബൻഡ് അവരെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ആ കാര്യം റേച്ചൽ കാണാണ്. അതേ നേരം തന്നെ അവിടെ ഒരു കാറ് കാണുന്നുണ്ട്. ആ കാറിന്റെ ഉള്ളിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അയാളുടെ കയ്യിൽ എന്തൊക്കെയോ വലിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് തന്നെ ആ ആള് ആ പേപ്പർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ ആ കാറിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെ റേച്ചലിന് തോന്നി എന്തോ ഒരു വശപ്പശകുണ്ട്. എന്തായാലും അന്ന് ജോലി വേഗം തന്നെ തീർന്നുകൊണ്ട് റേച്ചൽ അവളുടെ റൂമിലേക്ക് പോവുകയാണ്. അവൾക്ക് മ്യൂസിക് എല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നല്ല ഒച്ചത്തിൽ പാട്ടും വെച്ച് കയ്യിൽ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു, അതും വായിച്ചുകൊണ്ട് അവൾ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആൽമ വരികയാണ്. എന്നാൽ ഈ ആൽമയെ ഒട്ടും നമ്മുടെ റേച്ചൽ അടുപ്പിക്കില്ല കേട്ടോ, അവളോടൊരു ഇഷ്ടം കാണിക്കില്ല. അതുപോലെ തന്നെ ഈ ആൽമയ്ക്കാണെങ്കിൽ റേച്ചലിനെ പോലെ ആ ഒരു ഗിറ്റാർ വായിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അവൾ കൈകൊണ്ട് വെറുതെ ആംഗ്യം കാണിക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു കാടിന്റെ ഉള്ളിൽ നിന്നും ആൽമ എന്തോ ഒരു ശബ്ദം കേട്ട് അവളെ കിടന്ന് ഈ ഫിക്സ് ഒക്കെ വന്ന വിറക്കില്ലേ, അതുപോലെ കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് പേടിച്ച് ആൽമ എന്താക്കി അവളെ പോയിട്ട് തൊടുകയാണ്. എന്നാൽ തൊട്ട അതേ നിമിഷം തന്നെ 1 മിനിറ്റ് ബാക്കിലേക്ക് അവള് എന്താ പറയാ ടൈം റിവേഴ്സ് ആയി പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ പോവുകയാണ്. എന്താ സംഭവിച്ചെന്ന് റേച്ചലിന് ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടപ്പോ എൽമയ്ക്ക് ഫിക്സ് വന്നതുപോലെ വിറയല് വന്നു. ആ നേരം അൽമയെ റേച്ചൽ തൊട്ടപ്പോ 1 മിനിറ്റ് ബാക്കിലേക്ക് അവളങ്ങ് പോയി. ഒരു ടൈം ട്രാവൽ എന്ന് പറയാം. മാത്രമല്ല പിന്നീടും റേച്ചൽ പോയിട്ട് ആൽമയെ തൊട്ട സമയത്ത് ആൽമ ഇപ്പൊ റേച്ചലിനെ പിടിച്ച് ഒരേറ്റ തള്ളാണ്. ആ നേരം അവിടെ ഉണ്ടായിരുന്ന സ്പീക്കറിന്റെ ശബ്ദമൊക്കെ വല്ലാണ്ട് കൂടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നും ആൽമ കേൾക്കുന്ന ആ ഒരു ശബ്ദം അതിപ്പോ ആൽമയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല. സോ ആ ഒരു ശബ്ദത്തിന്റെ വശ്യതയിൽ നിന്നും അവൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒരു ബഹളെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് റേച്ചലിന്റെ അച്ഛനും അമ്മയും ഓടി വരികയാണ്. ഇവര് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഭയങ്കര ശബ്ദത്തില് പാട്ടങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് നീ ആ ശബ്ദം ഒന്ന് കുറക്കെന്ന് പറയാണ്. കാരണം അവര് വിചാരിക്കുന്നത് ഇത്രയും വലിയ ശബ്ദം ഉണ്ടായതുകൊണ്ട് ആ ആൽമയ്ക്ക് ഇതുപോലെ ഡിസ്റ്റർബ് ആയെന്ന്. എന്നാൽ സത്യത്തിൽ ഈ സ്പീക്കറിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണ് ആൽമ ഇപ്പൊ നിലവിൽ രക്ഷപ്പെട്ടത്. പിന്നീട് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും റേച്ചലിന് അവളുടെ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാ പറയണ്ടേ, കാരണം ആ ഒരു ചെറിയ സമയം കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം അവള് ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ജെനി ചോദിക്കുന്നുണ്ട്, അല്ല മുഖത്തെത്താ പറ്റിയത്? അത് പിന്നെ എന്റെ അച്ഛന്റെ മകള് മാന്തിയതാന്ന് പറയണം. അച്ഛന്റെ മകളോ? അങ്ങനെ പറഞ്ഞാൽ നിന്റെ സഹോദരിയല്ലേ? ഹേ അങ്ങനെയൊന്നുമല്ല, എന്റെ അച്ഛന്റെ 2ാമത്തെ ഭാര്യയുള്ള മകളാണ്, അവൾ എന്റെ അനിയത്തിയൊന്നും അല്ല എന്ന് പറയണം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ജെനി പറഞ്ഞപ്പോ എന്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്, അവളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ 2ാനമ്മയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിൽ മറ്റേ കുഞ്ഞിനെ കൊന്നുകൊണ്ടാണ് അവൾ പുറത്തേക്ക് വന്നത്, അതുകൊണ്ട് അതത്ര നിസാരക്കാരിയൊന്നും അല്ല. ഇത് കേട്ടപ്പോ ജെനി പറയണ എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഇന്നൊരു ഇച്ചിരി നേരത്തെ പോകാൻ കേട്ടോ. എന്തായാലും ഫ്രെഡിയോട് നീ ഈ കാര്യം പറയണ്ട, വല്ല കസ്റ്റമേഴ്സും വന്നാലൊന്ന് ഡീല് ചെയ്ത് വിട്ടേക്കണേന്ന് പറയണം കേട്ടോ. ഇപ്പൊ റേച്ചൽ പറയണ കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാന്ന് പറയണം. ഇപ്പൊ റിസപ്ഷനിൽ റേച്ചൽ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണ്. ആ നേരത്ത് അങ്ങോട്ടേക്ക് ഒരു കസ്റ്റമർ വരുന്നുണ്ട്. അവരുടെ പേര് സമീറ എന്നാണ്. സമീറ വന്നപാട് തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് റേച്ചലിനോട് സംസാരിക്കുന്നത്. റേച്ചലിന് എന്തോ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അങ്ങനെയാണ് സംസാരം. അപ്പൊ ഒരു റൂം വേണമെന്നൊക്കെ സമീറ പറയുന്ന നേരത്ത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമർ, അതായത് നേരത്തെ താമസിച്ച ഒരു ലേഡി ഈ താഴേക്ക് വന്നിട്ട് എന്തോ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അതേ നേരം തന്നെ അവർ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. എന്ത് ഇവിടെ വരുന്ന ഈ ആൾക്കാർ ഇങ്ങനെ ഛർദ്ദിക്കുന്നതെന്ന് റേച്ചൽ മനസ്സിലാവുന്നില്ല. സമീറയും ചോദിക്കുന്നുണ്ട് അവർക്ക് എന്താ പറ്റിയത്. റേച്ചൽ പറയണ എനിക്കറിയില്ല. അതുപോലെ തന്നെ റേച്ചൽ സമീറയുടെ റൂമും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയിക്കോന്ന് പറയണം. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിയാനായിട്ടുണ്ട്. ഇപ്പൊ റേച്ചലിനെ ഫ്രെഡി വിളിക്കുകയാണ് കേട്ടോ. നീ എന്തായാലും ഇന്ന് രാത്രി ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ ആക്കി തരാന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് റേച്ചൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നുകയാണ് എന്തിനാ വെറുതെ അയാളുടെ കൂടെ പോകുന്നത്, സൈക്കിളും കൊണ്ട് അങ്ങ് പോവാന്ന് പറഞ്ഞിട്ട് ഫ്രെഡിയെ കാത്തു നിൽക്കാതെ റേച്ചൽ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രെഡി വന്നു നോക്കി, പക്ഷെ അവിടെ റേച്ചൽ ഉണ്ടായിരുന്നില്ല. റേച്ചൽ ഓൾറെഡി പോയിന്ന് ഇപ്പൊ ഫ്രെഡിക്ക് മനസ്സിലായി. എന്നാൽ പുറത്തേക്ക് വന്ന് ഈ ഫ്രെഡി ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാണ്. ഇയാളുടെ കയ്യിൽ ചെറിയൊരു പുല്ലാങ്കുഴൽ ഉണ്ടായിരുന്നു, ഒരു ഓടക്കുഴൽ. അത് പതിയെ ഊതാൻ തുടങ്ങുകയാണ്. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ഈ ഒരു റേച്ചലിനെ കാണിക്കുകയാണ്. ഒറ്റയ്ക്ക് ആ രാത്രിയിൽ സൈക്കിളും ചവിട്ടിയാണ് അവൾ പോകുന്നത്. കുറച്ചേരം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ ആരും ഒരാൾ അവളുടെ പിന്നിലുള്ളതുപോലെ അവൾക്കൊരു തോന്നൽ തോന്നുകയാണ്. പയ്യെ തിരിഞ്ഞു നോക്കിയപ്പോ അത് ശരിയായിരുന്നു. കണ്ടാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കിഴവിയെ പോലെ തോന്നും. ഒരു വയസ്സായ സ്ത്രീ, ഒരുമാതിരി കണ്ണാടിയെല്ലാം വെച്ച് നരച്ച മുടിയായിട്ട്. എന്നാൽ അവരുടെ മുഖം നോക്കുമ്പോൾ അത്ര പ്രായമൊന്നും തോന്നൂല. വ്യത്യസ്തമായ ഒരു സ്ത്രീ, അത് അവള് പിടിക്കാൻ വരികയാണ്. എന്തായാലും അർദ്ധരാത്രിയിൽ ഈ കോലത്തിൽ ഒരാളെ കണ്ടാൽ ഏതൊരു മനുഷ്യനൊന്ന് പേടിച്ചു പോകും. റേച്ചൽ നന്നായിട്ട് പേടിച്ചു. അവള് പരമാവധി വേഗത്തിൽ സൈക്കിൾ ചവിട്ടി അവളുടെ റൂമിലേക്ക് ഓടിച്ചെന്ന് വേഗം വാതിൽ പൂട്ടി ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലൊക്കെ മുഖക്കെ അടിച്ച് ചോരയെല്ലാം വന്ന് മുറിയായിട്ടുണ്ടായിരുന്നു. പേടിച്ച് വിറച്ച് അവൾ അതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഓൾറെഡി ആ ഒരു സ്ത്രീ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഒരു സ്ട്രേഞ്ചർ ലേഡി എന്ന് പറയാം. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പോലീസിന്റെ കാർ വരികയാണ്. സോ ആ ഒരു ശബ്ദം കേട്ടപാട് തന്നെ ഈ സ്ട്രേഞ്ചർ ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് പോലീസുകാരനെ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. നല്ല മുറിയായിരുന്നു, അതിലൊക്കെ സ്റ്റിച്ച് ഇടുന്നുണ്ട്. പിന്നീട് പോലീസുകാർ പറയണം പേടിക്കൊന്നും വേണ്ട, ഈ നാട്ടിൽ കുറെ വാളിപ്പിള്ളേരുണ്ട്, അനാവശ്യമായിട്ട് ആൾക്കാരെ പ്രാങ്ക് ചെയ്യും, സത്യം പറഞ്ഞാൽ ഉപദ്രവിക്കലാണ്, എന്നെങ്കിലും ഒരുത്തൻ എന്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവന്മാർക്കിട്ട് കൊടുത്തോളാം, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇതും പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ഈ ഒരു റേച്ചലിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. കാരണം അവൾ
അവളുടെ അനിയത്തിയായിട്ടുള്ള ആൽമയ്ക്ക് ഇന്നലെ ഫിക്സ് വന്നായിരുന്നല്ലോ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി അവര് ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു. അപ്പൊ അവരെ കണ്ടപ്പോ റേച്ചൽ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ നേരം തന്നെ മറ്റേ ആ ഒരു ലേഡി ഡോക്ടർ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ഡോക്ടർ വന്നിട്ട് നമ്മുടെ റേച്ചലിന്റെ അച്ഛനോ അമ്മയോടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഇളയ മകളുണ്ടല്ലോ ആൽമ, അവൾ എന്തെങ്കിലും വലിയ ശബ്ദം കേട്ടായിരുന്നു? അതുപോലെ എന്തോ ഒരു ശബ്ദം കേട്ടതുകൊണ്ടാണ് അവളുടെ ബാലൻസ് തെറ്റിപ്പോയത്, ഇതുപോലെ ഫിക്സ് വന്നത്. എന്നാൽ റേച്ചലിന്റെ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് അവൾ നന്നായിട്ട് ഉറക്കനെ മ്യൂസിക് പ്ലേ ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ ആൽമയ്ക്ക് ഇങ്ങനെ വന്നതെന്ന്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ റേച്ചലിന്റെ അച്ഛൻ അവളെങ്ങനെ നോക്കുന്ന സമയത്ത് റേച്ചലിന് മനസ്സിലായി ഇവരൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്, ഞാൻ എന്തോ ഇവളെ ചെയ്തതുപോലെയാണ് ഇവർ പെരുമാറുന്നത്. സത്യം പറഞ്ഞാൽ റേച്ചൽ ആ ഒരു മ്യൂസിക് നല്ല ശബ്ദത്തിൽ വെച്ചതുകൊണ്ടാണ് ആൽമ രക്ഷപ്പെട്ടത് തന്നെ. കാരണം ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ ആ ഒരു സൗണ്ട് കേട്ടിട്ടൊന്നുമല്ല ആൽമയ്ക്ക് ഇങ്ങനെ ആയത്, കാട്ടിൽ നിന്നും കേട്ട വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ശബ്ദം കാരണമാണ്. അപ്പൊ അച്ഛനും അമ്മയും അവളോട് നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ റേച്ചൽ ഇനിയിപ്പോ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും അവൾക്ക് താല്പര്യമില്ല. ഓൾറെഡി അവരുടെ കൂടെ നിൽക്കാനും ഇഷ്ടമില്ല, ഇനി ഇവരുടെ കൂടെ നിൽക്കുന്നില്ല, വിട്ടു പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ഗിറ്റാർ എടുത്തു. ഇതിനുശേഷം നേരെ ആ ഒരു റിസോർട്ടിന്റെ റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് അത്യാവശ്യം കാശും ആ ഒരു പെട്ടിയിൽ നിന്നും അടിച്ചു മാറ്റുന്നുണ്ട്. അതൊരുമാതിരി വൃത്തികെട്ട പരിപാടിയായി പോയിട്ടാ. കാശ് അടിച്ചു മാറ്റി ഇവിടുന്ന് പോകാൻ തന്നെയായിരുന്നു അവളുടെ ആ ഒരു പദ്ധതി. എന്നാൽ അതേ നേരത്ത് തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ആളെ റേച്ചൽ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. എവിടുന്നാണെന്നല്ലേ? ആദ്യ ദിവസം അവൾ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് കാറിൽ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ കണ്ടില്ലേ? എന്തോ ഒരു വശപ്പശക്ക് തോന്നിയിരുന്നില്ല ഒരാളെ കണ്ടപ്പോ. ആ ആള് തന്നെയാണ്. അപ്പൊ ആ ആള് വന്നിട്ട് റേച്ചലിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നില്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ ചോദിക്കുമ്പോൾ റേച്ചൽ വളരെ രൂക്ഷമായിട്ട് തന്നെ തിരിച്ച് മറുപടി കൊടുക്കുകയാണ്, എനിക്കൊരു താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ, കസ്റ്റമർ വരുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോകുന്നു പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്നത് ആ ഒരു സമീറ ഉണ്ടല്ലോ, അവളായിരുന്നു. അവള് പറയണ എനിക്ക് എന്തായാലും റൂം മതിയെ, എനിക്ക് വെക്കേറ്റ് ചെയ്യണം, എത്രയാണ് പൈസ? ഈ സമയത്ത് ചെറുതായിട്ട് ശബ്ദം താത്തി റേച്ചൽ പറയണ, നിങ്ങൾ പൈസയൊന്നും തരണ്ട, നിങ്ങൾ പോകുമ്പോൾ എന്നെ ഒന്ന് കൂടെ കൂട്ടാൻ പറ്റുമോ, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോവാന്ന് പറയണം. സമീറ കൂടുതലൊന്നും ആലോചിച്ചില്ല, നവാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പോവാണ്. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, റേച്ചൽ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആ ഒരു ക്യാഷ് ബോക്സിൽ നിന്നും പൈസയും കൂടെ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ രണ്ടുപേരും രാത്രിയിൽ തന്നെ നല്ല ജോളിയായിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. കാർ ഓടിക്കുന്നത് ഈ സമീറയാണ്. അവള് സിഗരറ്റും വലിക്കുന്നുണ്ട്. അതേ നേരം തന്നെ അടുത്ത പഫ് എടുക്കാനായിട്ട് നമ്മുടെ റേച്ചലിന് കൊടുക്കുകയാണ്. എന്നാൽ ഇതേ നേരം കാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിച്ചിരി നേരം പിന്നിലേക്ക് അവൾ പെട്ടെന്ന് പോവാണ്. ഒരു ടൈം ട്രാവലിംഗ് എന്ന് പറയാം. അതായത് സമീറ സിഗരറ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തില്ലേ, അത് വീണ്ടും സംഭവിക്കുകയാണ്. നമ്മുടെ റേച്ചൽ ആകെ ഞെട്ടിപ്പോയി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ആ കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുകയാണ്. അതായത് സിഗരറ്റ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു സംഭവം വീണ്ടും വീണ്ടും സംഭവിക്കുക. അതിനിടയിൽ കാട്ടിൽ നിന്നും ആ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് റോഡിന് നടുവില് അവൾ അന്ന് ആക്രമിക്കാൻ വന്ന ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരെ കാണുകയാണ്. കാർ ഓടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സമീറയുടെ കൺട്രോൾ പോകുന്നുണ്ട്. കാർ തകിടം മറിഞ്ഞ് വീഴുന്നുണ്ട്. സമീറയുടെ ബോധം അപ്പം തന്നെ പോയി. ഇനിയിപ്പം മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്നാൽ റേച്ചലിന് അല്പം ബോധം ഉണ്ടായിരുന്നു. ഇതേ നേരം അവളുടെ അരികിലേക്ക് ആ ഒരു സ്ത്രീ വരുന്നുണ്ട് കേട്ടോ. അവളെ പിടിക്കാനായിട്ട് വരുന്ന അതേ നേരം തന്നെ ഒരു ഫയറിംഗ് സൗണ്ട് കേട്ട് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് റേച്ചൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലാണ്. അവളുടെ തൊട്ടടുത്ത് തന്നെ റിസോർട്ടിന്റെ ഓണർ ആയിട്ടുള്ള ഫ്രെഡി ഉണ്ട്. എന്നാൽ ഫ്രെഡി വളരെ കൂളായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. റേച്ചലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ആയാലും എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ തിരിച്ചു കയറണമെന്ന് പറയാണ്. അതായത് ഒന്നും സംഭവിക്കാത്തതുപോലെ ഫ്രെഡി സംസാരിക്കുകയാണ്. എന്നാൽ ഫ്രെഡി പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ വരുന്നുണ്ട്. റേച്ചലിനെ ഭയങ്കരമായിട്ട് അച്ഛൻ ചീത്ത പറയാണ്, നീ എന്താ ഈ കാണിച്ചു വെച്ച്? ഇവിടുന്ന് പോവുക, പോകുന്ന സമയത്ത് അവിടുത്തെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി പോവുക. ആ ഫ്രെഡി എന്തോ മാന്യനായതുകൊണ്ട് അയാൾ എവിടെയും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. എടി പെണ്ണെ, നമ്മുടെ മാനം പോകുന്ന പരിപാടിയല്ലേ ചെയ്തത്, നീ എന്താ ഇങ്ങനെ? അതിന് പുറമെ ഓരോ നുണയും. 2 വട്ടം നീ ഏതോ സ്ത്രീയെ കണ്ടു എന്നൊക്കെ പറയുന്നില്ലേ, എന്താണിത്? മരിച്ചുപോയി നിന്റെ അമ്മ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇതും പറഞ്ഞ് അവളുടെ അച്ഛൻ അവിടുന്ന് പോണ്. മാനസികമായിട്ട് റേച്ചൽ വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട്. ഒരു സപ്പോർട്ട് അവൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ റേച്ചലിന്റെ കൂടെ ഉണ്ടായിരുന്ന സമീറ ഉണ്ടല്ലോ, നല്ല സീരിയസ് ആയിട്ട് പരിക്ക് പറ്റി അവള് മറ്റൊരു മുറിയിലുണ്ട്, മരിച്ചു പോയിട്ടൊന്നുമില്ല. ഇതേ സമയം റേച്ചലിന്റെ അരികിൽ വേറെ ആരുമില്ല. അപ്പൊ അവളുടെ അരികിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അതായത് അവളോടൊന്ന് സംസാരിക്കാൻ വന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ആള് തന്നെ. എന്നാൽ അതൊരു സാധാരണ ആളല്ല, ആളൊരു ഡിറ്റക്റ്റീവ് ആണ്. ഇപ്പൊ അയാൾ വന്നിട്ട് പറയാണ്, ഇന്നലെ ആ ഒരു ഗണ്ണ് പൊട്ടിച്ചില്ലേ, ഒരു ഫയറിംഗ് സൗണ്ട് കേട്ടായിരുന്നല്ലോ, അത് വെച്ചത് ഞാനാണ്. ആ ശബ്ദം കേട്ടാണ് ആ സ്ത്രീ അവിടെ ഓടി രക്ഷപ്പെട്ടത്. നീ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് നീ പറയുന്ന ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേട്ടപാടിനെ റേച്ചൽ പറയാണ്, എന്നാൽ ബാക്കിയുള്ളവരോട് നിങ്ങൾ ഈ ഒരു കാര്യം പറയോ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഡിറ്റക്റ്റീവ് പറയാണ്, ആദ്യം ഞാൻ പറയുന്നത് കേട്ട് നീ ഇവിടെ ഒന്ന് നിൽക്ക്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള നിന്റെ ആ ഒരു പദ്ധതി ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് മാറ്റിവെക്ക്. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് വേണ്ടത് എവിഡൻസ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം റേച്ചലെ, നീ എന്റെ കൂടെ നിൽക്കണം, എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്ന് ഡിറ്റക്റ്റീവ് പറയാണ്. എന്തായാലും ഡിറ്റക്റ്റീവ് പറഞ്ഞതുപോലെ തന്നെ അവൾ അവിടെ നിൽക്കാന്ന് തീരുമാനിച്ചു. ഹെൽത്ത് എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഇപ്പൊ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതേ നേരം തന്നെ അവളോട് സംസാരിക്കാൻ ആ ഒരു ഡിറ്റക്റ്റീവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ റേച്ചൽ ഡിറ്റക്റ്റീവിനോട് ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവിന് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിരുന്നാലും അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം പറയുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ 2 പേര്, അതായത് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അനുഭവം അവർക്കുണ്ടായി. അതായത് ആ ഭർത്താവ് ഇല്ലാത്ത നേരത്ത് ഈ ഭാര്യയുടെ അരികിലേക്ക് നീ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ,
അവര് വന്നു. എന്തൊക്കെയോ ആ ഒരു സ്ത്രീയുടെ ദേഹത്ത് ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീ ചെയ്യുകയും ചെയ്തു. അത് കണ്ടുകൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ തന്നെ ആ ഒരു കിഴവി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അതിനുശേഷം ഈ സ്ത്രീ ഉണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് അവസാനം ഇതിങ്ങനെ നിർന്തലയിൽ കയറിയിട്ട് ആ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയി. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ആ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് കേട്ട സമയത്ത് റേച്ചലിന് മറ്റാ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അവള് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു സ്ത്രീ ഇടക്കിടക്ക് വന്നിട്ട് ഓരോന്നെടുത്ത് കുടിക്കും, അപ്പൊ തന്നെ ഛർദ്ദിക്കുന്നതും കണ്ടിട്ടുണ്ടല്ലോ. ആ കാര്യം ഡിറ്റക്റ്റീവിനോട് പറഞ്ഞപ്പോൾ അല്ല അവരിപ്പോ എവിടെയാ താമസം, ഒരു ബ്ലോഗിന്റെ പേര് പറഞ്ഞു, അങ്ങോട്ടേക്ക് ഇവര് പോവാണ്. അതായത് ആ ഒരു സ്ത്രീയും അവരുടെ ഹസ്ബൻഡും താമസിക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ കാലിയായി കിടക്കുന്ന മറ്റൊരു റിസോർട്ട് കൂടെ ഉണ്ടായിരുന്നു. സോ അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ റേച്ചലും അതുപോലെ ഈ ഒരു ഡിറ്റക്റ്റീവും കൂടെ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു പോലീസുകാരനാണ് കേട്ടോ. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റേച്ചൽ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഉറങ്ങാതെ എന്താണ് ആ സ്ത്രീക്ക് സംഭവിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കുകയാണ്. ഈ സ്ത്രീയാണ് റേച്ചൽ പറഞ്ഞത് ഇടക്കിടക്ക് വന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. എന്തായാലും അവരിപ്പോ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് അവരുടെ മുടിയെല്ലാം ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവരുടെ ആ ഒരു പോലീസായിട്ടുള്ള ഹസ്ബൻഡും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അയാൾ വന്നിട്ട് അവർ നിൽക്കുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു കർട്ടൻ ക്ലോസ് ചെയ്യാണ്. അതേ സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദം അവിടെ ആകെ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിക്കുക, ഈ ജനലിന്റെ കർട്ടൻ ക്ലോസ് ചെയ്ത ആ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് ഈ പോലീസുകാരനുണ്ടല്ലോ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അയാൾ ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോയി. ആ ശബ്ദം വരുമ്പോഴാണ് ഇതുപോലൊരു ടൈം ലൂപ്പ് ഉണ്ടാകുന്നത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ബൈനോക്കുലർ ഉപയോഗിച്ച് ഈ കാര്യം നേരിട്ട് കണ്ട നമ്മുടെ ഡിറ്റക്റ്റീവ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തെവിടെ ഈ സംഭവിക്കുന്നത്? സോ അത് നേരിട്ട് അറിയാനായിട്ട് ഡിറ്റക്റ്റീവ് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ആ പോലീസുകാരൻ അബോധാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ കുളി കഴിഞ്ഞ് വന്നായിരുന്നല്ലോ അവരുടെ അരികിലേക്ക് നമ്മുടെ റേച്ചലെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീ വരികയാണ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കോലം കേട്ടോ. വായെല്ലാം ഒരുമാതിരി കോടിക്കൊണ്ട് വ്യത്യസ്തമായ തലമുടിയും കോലും ഇതൊക്കെ ആയിട്ട് ഒരുപാട് തവണ ഛർദ്ദിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ കുളി കഴിഞ്ഞ് വന്ന ആ സ്ത്രീയുടെ അരികിലേക്ക് ഈ സ്ത്രീ ചെന്നിട്ട്, അതായത് ഈ വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീ ചെന്നിട്ട് ഒരു കിഴവി എന്ന് പറയും അവര് ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ കിഴവി എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നില്ലേ, ഇതിനുശേഷം ഒരുപാട് തവണ ഛർദ്ദിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ അവരൊരുമാതിരി ഭ്രാന്തിയെ പോലെ ദേഹം മുഴുവൻ കിടന്ന് മാന്താൻ തുടങ്ങാണ്. ഇതേ നേരം തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന റേച്ചൽ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അതായത് ആ ഒരു കിഴവി വന്നു എന്ന് മനസ്സിലാക്കി അവരെ പിടിക്കാൻ തന്നെയാണ് റേച്ചൽ വന്നത്. റേച്ചലിനെ കണ്ട പാട് തന്നെ ഈ സ്ത്രീ ഈ കിഴവി ഉണ്ടല്ലോ ആ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കി റേച്ചലിനെ ബോധം കെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ അവളുടെ ആ ഒരു ചെവി പൊത്തി നിൽക്കുകയാണ്. അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഡിറ്റക്റ്റീവും വന്നു. കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു. ഈ കിഴവിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അവരുടെ ദേഹത്ത് ആ ഒരു ബുള്ളറ്റ് തട്ടുന്നൊന്നുമില്ല. അപ്പോഴേക്കും ജനലിന്റെ ആ ഒരു ചില്ലെല്ലാം ചവിട്ടി പൊളിച്ച് അവരെങ്ങോട്ടോ അതായത് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അതായത് വളരെ വ്യക്തമായ പദ്ധതിയോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും റേച്ചലും ഡിറ്റക്റ്റീവും വന്നെങ്കിലും ആ ഒരു കിഴവിയെ പിടിക്കാൻ പറ്റിയില്ല. എന്തായാലും റേച്ചൽ ഈ കാര്യം ഫ്രെഡിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ഫ്രെഡിയെ മീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇപ്പൊ ഈ ഒരു ഫ്രെഡി ഉണ്ടല്ലോ അവളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും നിൽക്കുന്ന അങ്ങോട്ടേക്ക് ഫ്രെഡി വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഫ്രെഡി സംസാരിക്കുന്നത് നമ്മുടെ ആൽമയോടാണ്. അവളോട് എന്തോ ഫ്രെഡിക്ക് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. എന്തായാലും ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന റേച്ചൽ ഈ ഒരു ഫ്രെഡിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നടത്തുന്നത് എന്താ, വല്ല റിസോർട്ടാണോ അല്ലെങ്കിൽ വല്ല എനിക്കറിയില്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്, നിങ്ങൾ സത്യം പറ, എന്താ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ? ഇത് കേട്ടപ്പോ ഫ്രെഡി ആകെ ഞെട്ടിപ്പോവാണ്. നീ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഇവിടെ നടത്തുന്നത് റിസോർട്ട്, ഇങ്ങോട്ടേക്ക് വെക്കേഷന് വരുന്ന ആൾക്കാർക്ക് പരമാവധി എൻജോയ് ചെയ്യാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ നീ എന്തൊക്കെയാ പറയുന്നേ? ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവളുടെ അച്ഛൻ പറയാണ്, എന്റെ പൊന്ന് റേച്ചലെ ഒന്നും മിണ്ടാതിരിക്കുക, മാനസികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നിനക്കെന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. നീ കാണുന്ന കാഴ്ചകളൊന്നും സത്യമല്ല, അതൊന്ന് വിശ്വസിക്കുക. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് ഫ്രെഡി പറയണം, നിങ്ങൾ എന്തായാലും ഇപ്പൊ വഴക്കിടണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നത് അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട്, അത് തരാനാന്ന് പറയാം. എന്തായാലും ആ ഒരു പെട്ടി അവിടെ വെച്ച് ഫ്രെഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെട്ടി കണ്ടപാട് തന്നെ ഈ റേച്ചലിന്റെ അച്ഛൻ പറയാണ്, മോളെ പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന ആ ഒരു വീടുണ്ടല്ലോ അത് ഞാൻ വിറ്റു. ആ ഒരു കാശ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല, പകരം നിന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന പഴയ കുറച്ച് വസ്തുക്കളുണ്ട്, അതാണ് പാക്ക് ചെയ്ത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഈ ഒരു കാര്യം റേച്ചലിന് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. അച്ഛനെയും തള്ളിയിട്ട് ആ ഒരു പെട്ടി എടുത്ത് അവൾ അവിടുന്ന് പോവാണ്. അതിൽ കുറെ പഴയ ടേപ്പുകൾ ഉണ്ടായിരുന്നു, കാസറ്റുകൾ. അതിൽ അവളുടെ അമ്മയുടെ പഴയ വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അവളെടുത്ത് അങ്ങനെ കേൾക്കുകയാണ്. എന്തോ അമ്മയുടെ ആ ഒരു ഓർമ്മ മനസ്സിന്ന് പോകുന്നില്ല. എന്നാൽ അതിന്റെ ഇടയിൽ നിന്ന് മറ്റൊരു കാസറ്റിലെ റെക്കോർഡും കൂടെ അവൾ കേൾക്കുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് അവളുടെ അനിയത്തിയായിട്ടുള്ള ആൽമയാണ്. ആൽമയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, ടെക്സ്റ്റ് ടു സ്പീക്ക് ആ ഒരു ഡിവൈസ് വെച്ച് അവൾ എന്തൊക്കെയോ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് റേച്ചലിന്റെ മരിച്ചുപോയ അമ്മയുണ്ടല്ലോ, ആ അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് ആൽമ അതിൽ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. റേച്ചലിന്റെ അമ്മേ, നിങ്ങൾ എനിക്കും കൂടെ അമ്മയാണ്. സത്യം പറഞ്ഞാൽ റേച്ചലിന്റെ അമ്മയെ നിങ്ങൾ മരിക്കാത്തതായിരുന്നു ഏറ്റവും നല്ലത്. നിങ്ങൾ മരിച്ചത് കൊണ്ട് തന്നെയല്ലേ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതും പിന്നെ ഞാൻ ഉണ്ടായതും. അതുകൊണ്ട് റേച്ചലിന് എന്നോട് ദേഷ്യവും വന്നതൊക്കെ. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ റേച്ചലിനെ. പക്ഷേ എന്റെ അമ്മയോടും അച്ഛനോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ അവള് തീർക്കുന്നത് എന്നോടാണ്. അപ്പൊ നിങ്ങൾ മരിക്കാതിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ എന്ന് ആ ഒരു കുട്ടി എന്തൊക്കെയോ പറയാണ് കേട്ടോ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ റേച്ചൽ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവളുടെ അനിയത്തി ആൽമ അവൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം റേച്ചൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഭയങ്കരമായിട്ട് സങ്കടമാണ്. ഇത്രയും ദിവസം ആ ഒരു കുട്ടിയോട് ഒരു തരി സ്നേഹം കാണിച്ചില്ല, നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല. ഇനി ആൽമയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചങ്കുറപ്പ് റേച്ചലിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അപ്പൊ തന്നെ അവിടെ വിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അന്നത്തെ പോലെ കാശൊന്നും
അടിച്ചു മാറ്റാൻ നിൽക്കുന്നില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഗിറ്റാർ എടുത്ത് അവർ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവസാനമായിട്ട് അച്ഛനും അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫ്രെഡിയോട് അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഫ്രെഡി പറയാണ്, അത് പിന്നെ നമ്മുടെ ആൽമയ്ക്ക് വീണ്ടും ആ ഒരു ഫിക്സ് വന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. നീ എങ്ങോട്ടാ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് റേച്ചൽ പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും ഈ അവസ്ഥയിൽ നീ ഡ്രൈവ് ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ എന്തായാലും ആ ഒരു വഴിക്കാ പോകുന്നത്, നിന്നെ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റേച്ചൽ ഇപ്പോൾ ഫ്രെഡിയുടെ കൂടെ പോവാണ്. അങ്ങനെ ആ ഒരു റിസോർട്ടും വിട്ട് അതിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് റേച്ചൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫ്രെഡി ഉണ്ടല്ലോ, ഇയാളുടെ കാറിൽ ഒരു പ്രത്യേകതരം പക്ഷിയുടെ ഒരു ചിത്രം, ഒരു കുക്കു ബേർഡ് എന്ന് അതിന് പറയാം, അതേ പക്ഷിയുടെ ചിത്രമുള്ള കീച്ചെയിൻ തന്നെയായിരുന്നു അയാൾ ഉപയോഗിച്ചത്. അതായത് ആ ഒരു കുക്കു ബേർഡിനോട് ഇയാൾക്ക് എന്തോ വലിയൊരു ഇഷ്ടമുള്ളതുപോലെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ അവളിങ്ങനെ നോക്കുന്നത് ഫ്രെഡി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്രെഡി പറയാണ്, റേച്ചലെ നീ മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ എനിക്ക് ഈ പക്ഷികളോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. കുക്കു ബേർഡ് എന്നല്ല, ഇതുപോലെയുള്ള ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷേ ഈ പക്ഷി ഉണ്ടല്ലോ, ഇത് വളരെയധികം ഡിഫറെന്റ് ആണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ മനുഷ്യരുടെ കാട്ടിലേക്കുള്ള അധിനിവേശം, അതുപോലെ തന്നെ ടെക്നോളജി, ടവർ, ഇതെല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഈ കുക്കു ബേർഡ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവറ്റകൾ ഇങ്ങനെ ഇല്ലാതാവുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു പ്രകൃതി സ്നേഹിയാണ് ഈ ഒരു ഫ്രെഡി. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇയാളുടെ ഓഫീസിന്റെ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വേഗം വരാം, നീ വെറുതെ കാറിൽ നിന്ന് ബോറടിക്കേണ്ട, വേണമെങ്കിൽ എന്റെ കൂടെ വന്നിട്ട് എന്റെ പണിയെല്ലാം കഴിയുമ്പോൾ എന്റെ കൂടെ തിരിച്ചു വന്നു എന്ന് പറയണം. അപ്പൊ റേച്ചലും വിചാരിച്ചു വെറുതെ കാറിലിരുന്ന് ചടക്കണ്ടല്ലോ, ബോറടിക്കണ്ടല്ലോ, ഫ്രെഡിയുടെ കൂടെ പോവാന്ന് കരുതിയിട്ട് ഇയാളുടെ ഓഫീസിലേക്ക് നേരെ പോവാണ്. എന്നാൽ ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മുടെ റേച്ചൽ മനസ്സിലാക്കേണ്ടി വരുന്നത്. അതായത് ജസ്റ്റ് ഇവന്റെ കൂടെ, ഈ ഫ്രെഡിയുടെ കൂടെ ഒന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നതിന് ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അത് അവൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരാളെ അടിച്ച് ചോര തുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആള് മറ്റാരുമല്ല, നമ്മുടെ ഡിറ്റക്റ്റീവ് തന്നെ. അപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവിനെ കണ്ട വാർഡിനെ റേച്ചൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് അറിയട്ടെ ഈ മനുഷ്യൻ ഇങ്ങനെ തല്ലുന്നത്, ഇതൊരു ഡിറ്റക്റ്റീവ് ആണ്. ഇത് കേട്ടപ്പോ ഈ ഫ്രെഡി ചിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഒക്കെ പണ്ടായിരുന്നു. എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് ഗൺ ഉപയോഗിച്ച് ഇവനെ ഞാൻ വെറുതെ വിടണം, അധികം വൈകാതെ ഞാൻ ഇവനെ പോലീസിൽ ഏൽപ്പിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവൻ പല കാര്യങ്ങളും അനാവശ്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അതൊന്ന് വെറുതെ വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. തൽക്കാലം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കുറച്ച് കാശ് വേണ്ടേ, എന്റെ കൂടെ വാ, ഞാൻ കാശ് തരാന്ന് പറഞ്ഞിട്ട് അവൾ ഒരു റൂമിലേക്ക് കൊണ്ടുപോകണം. ആ റൂമിലെത്തിയപ്പോൾ അവിടെ ഒരു കിടക്കയും ബെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്തിനാ ഈ റൂമിലേക്ക് എന്നെ കൊണ്ടുവന്നേ എന്ന സംശയത്തിൽ റേച്ചൽ ഫ്രെഡിയെ നോക്കി അതേ നേരം തന്നെ അവളുടെ മുഖത്തേക്ക് ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. സ്പോട്ടിൽ അവളുടെ ബോധം പോയി അവിടെ വീഴുകയാണ്. ഇതിനുശേഷം ഒരു ഫ്ലൂട്ടുമായിട്ട് കാടിന്റെ അരികിലേക്ക് വന്നു ഈ ഫ്രെഡി ഉണ്ടല്ലോ, കാട്ടിലേക്ക് നോക്കി ആ ഒരു ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടായി. കാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ചെമ്പൻ മുടിയുള്ള പെൺകുട്ടി, സിനിമയുടെ ആരംഭത്തിൽ ഒരു വീട് വിട്ട് ഓടിപ്പോയ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് തന്നെ. എന്നാൽ അവളുടെ ആ ഒരു പെരുമാറ്റം എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. സംസാരിക്കുന്നൊന്നുമില്ല, വേറെ തന്നെ ഒരു ടൈപ്പാണ്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പൊ നേരെ വരുന്നത് നമ്മുടെ ഒരു റേച്ചൽ കിടക്കുന്ന ആ റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. എന്നിട്ട് അവളുടെ ദേഹത്തേക്ക് കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രെഡി പറയാണ്, മതി മതി, ഇന്നത്തേക്ക് ഇത്ര മതി, നിർത്തിക്കോ എന്ന് പറയാണ്. അതായത് ഈ ചുവന്ന മുടിയുള്ള പെൺകുട്ടിയെ കൊണ്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് അവൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ആ റൂമിൽ കിടത്തിയിരിക്കുന്ന നമ്മുടെ റേച്ചൽ എന്തോ ഒരു പരീക്ഷണ വസ്തുവാണ്. അവളുടെ തൊട്ടരികിൽ തന്നെ ഇപ്പൊ ഈ ഒരു ഫ്രെഡി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഫ്രെഡി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിലൂടെ അപ്പുറത്ത് അവന്റെ ആളുകൾ പിടിച്ചു വെച്ച നമ്മുടെ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ അയാളോട് സംസാരിക്കുകയാണ്. എടോ, നിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചാല് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരുപാട് വട്ടം അവൾ ഛർദ്ദിച്ച സമയത്ത് തൊണ്ടയിൽ കുടുങ്ങി അവൾ മരിച്ചുപോയി, എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതായത് ഡിറ്റക്റ്റീവ് നമ്മുടെ ഈ റേച്ചലിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഒരു കപ്പിൾസ് ഇങ്ങോട്ടേക്ക് വന്നു, അതിൽ ആ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ആ സ്ത്രീ വന്ന് എന്തൊക്കെയോ ചെയ്തു. ഒരുപാട് വട്ടം ആ ഭാര്യ, അതായത് അയാളുടെ ഭാര്യ ഛർദ്ദിച്ച് അവസാനം തൊണ്ടയിൽ കുരുങ്ങി മരിച്ചുവെന്ന്. അത് മറ്റാരുമല്ല, ഈ ഒരു ഡിറ്റക്റ്റീവിന്റെ ഭാര്യ തന്നെയാണത്. തന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഡിറ്റക്റ്റീവ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതും ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നതും. എന്തായാലും അധികം വൈകാതെ തന്നെ ഡിറ്റക്റ്റീവിനെ നമ്മുടെ ഈ ഒരു ഫ്രെഡി കൊന്നുകളയും. കാരണം ഫ്രെഡിയുടെ ഒരുവിധം കള്ളത്തരങ്ങളൊക്കെ അവൻ പിടിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. പൂർണ്ണമായിട്ടല്ലെങ്കിലും റേച്ചലിനും ഒരുവിധം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മനസ്സിലാക്കി തുടങ്ങി. അതായത് അനാവശ്യമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ഫ്രെഡി ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്രെഡിക്ക് ഇനി റേച്ചലിന് ജീവനോടെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു തലയാണ എടുത്ത് അവളുടെ മുഖത്ത് പ്രസ് ചെയ്ത് അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ഡിറ്റക്റ്റീവ്, അതായത് ഡിറ്റക്റ്റീവിനെ നോക്കാൻ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചായിരുന്നല്ലോ, അവരെല്ലാം വെടിവെച്ചിട്ട് അവരുടെ ഗണ്ണുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഡിറ്റക്റ്റീവ് ഒന്നും നോക്കിയില്ല, ഈ പറഞ്ഞ ഫ്രെഡി ഉണ്ടല്ലോ അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചെമ്പൻ മുടിയുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളെയും അവിടെ വെച്ച് വെടിവെച്ച് കൊന്നുകളയാണ്. പിന്നീട് അവിടുന്ന് നമ്മുടെ റേച്ചലിനെ രക്ഷപ്പെടുത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് അവൾ ഇരിക്കുന്ന സമയത്താണ് റേച്ചലിനോട് ഡിറ്റക്റ്റീവ് ആ ഒരു കാര്യം പറയുന്നത്. അതായത് അതൊരു റിസോർട്ടല്ല, അത് പൂർണ്ണമായിട്ട് ഒരു പരീക്ഷണശാലയാണ്. അവിടെ ചെയ്യുന്ന പരീക്ഷണങ്ങൾ അത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു വ്യത്യസ്തമായ ഭ്രാന്തമായ പരീക്ഷണമാണ്. അതായത് ഈ റിസോർട്ടിന്റെ ഓണർ ആയിട്ടുള്ള ഫ്രെഡി ഈ കുക്കു ബേർഡ്സിനോട് ഒരു അന്ധമായ ഇഷ്ടമുള്ള ആളാണ്. എന്നാൽ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഈ പക്ഷികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സവിശേഷമായ കഴിവുള്ള പക്ഷികളാണിത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ പക്ഷികൾക്ക് വംശനാശം വരും. സോ അതിനെ തടയാനായിട്ട് ഈ കുക്കു ബേർഡ്സും അതുപോലെ തന്നെ മനുഷ്യനും രണ്ടും കൂടെ ഒരുമിച്ചായിട്ടുള്ള ഒരു പുതിയൊരു ജനറ്റിക്കൽ സ്പീഷീസിനെയാണ് ഈ ഒരു ഫ്രെഡി ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ
അതിനുവേണ്ടി ഫ്രെഡി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ റിസോർട്ടിലേക്ക് കൂടുതലായിട്ടും വരുന്നത് കപ്പിൾസ് ആണ്. അപ്പൊ നല്ലൊരു അവസരം കിട്ടുന്ന സമയത്ത് ഈ കപ്പിൾസിൽ ആ ഒരു സ്ത്രീയെ പിടിക്കും, എന്നിട്ട് അവരുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക തരം എഗ്ഗ് നിക്ഷേപിക്കും. ആ പരിപാടി ചെയ്യാനാണ് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ ആ ഒരു കിഴവി വരുന്നത്. അതായത് അന്നൊരു സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് വന്നിട്ട് വ്യത്യസ്തമായിട്ട് അവളുടെ ശരീരത്തിൽ ഈ കിഴവി എന്തോ ഒന്ന് ചെയ്തു എന്ന് പറയുന്നില്ലേ, അതായത് ഈ കുക്കോ ബേർഡിന്റെ ആ ഒരു എഗ്ഗ് അവരുടെ വയറ്റിന്റെ ഉള്ളിൽ നിക്ഷേപിക്കാനാണ് അവർ ശരിക്കും വന്നത്. എന്നാൽ ആ നേരത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ റേച്ചലും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവും വന്നതുകൊണ്ട് അന്ന് അത് നടന്നില്ല. അതായത് ഈ റിസോർട്ടിൽ വന്നു പോകുന്ന കപ്പിൾസ് അവര് പിന്നീട് ഗർഭിണിയായിട്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അതൊരു സാധാരണ കുഞ്ഞായിരിക്കില്ല. കുക്കോ ബേർഡും അതുപോലെ തന്നെ മനുഷ്യന്റെയും കൂടെ ഒരു മിശ്രിതം, ഒരു പുതിയൊരു സ്പീഷീസ് തന്നെയായിരിക്കും. ഈ നേരത്താണ് നമ്മുടെ റേച്ചലിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ യാദൃശ്ചികമായിട്ട് ഡിറ്റക്റ്റീവ് കാണുന്നത്. അതായത് റേച്ചൽ അച്ഛനും അമ്മയും എല്ലാം വിട്ടു പോകാണല്ലോ. അപ്പൊ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അച്ഛന്റെ അമ്മയുടെ ഒരു ഫോട്ടോ അവൾ കയ്യിൽ വെച്ചായിരുന്നു. അപ്പൊ ആ ഒരു ഫോട്ടോയിൽ അവളുടെ അച്ഛനും രണ്ടാനമ്മയും മാത്രമല്ല കൂടെ തന്നെ ആ റിസോർട്ടിലെ മാനേജറും ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ ഇത് എപ്പോ എടുത്തതാണ് ഡിറ്റക്റ്റീവ് ചോദിച്ചപ്പോ റേച്ചൽ പറയാണ് ഒരു 5 വർഷമായിട്ടുണ്ടാവും. ഇത് കേട്ടപാട് ഡിറ്റക്റ്റീവ് ഞെട്ടിപ്പോവാണ്. കാരണം നമ്മുടെ റേച്ചലിന് ഒരു അനിയത്തിയുണ്ട്, ആൽമ. അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ലാന്ന് ആ നിമിഷം ഡിറ്റക്റ്റീവിന് മനസ്സിലായി. ആൽമ വെറും ഒരു പെൺകുട്ടിയല്ല, കുക്കോ ബേർഡിന്റെയും അതുപോലെ തന്നെ മനുഷ്യന്റെയും മിശ്രിതമായിട്ടുള്ള ഒരു ജനറ്റിക്കൽ ന്യൂ സ്പീഷീസ് ആണ്. അതായത് റേച്ചലിന്റെ അനിയത്തി ആൽമ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യ സ്ത്രീയെ അല്ല. അതായത് റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ജെനിയോട് നമ്മുടെ ഒരു റേച്ചൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ആൽമ അവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവള് മാത്രമല്ല 2 പേരായിരുന്നു. എന്നാൽ വയറ്റിൽ വെച്ച് മറ്റേ കുഞ്ഞിനെ കൊന്നുകൊണ്ടാണ് ആൽമ പുറത്തേക്ക് വന്നത്. കാരണം ആൽമ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യല്ല, ജനറ്റിക്കലി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു ജീവി തന്നെയാണ്. സോ ആ വയറ്റിലുണ്ടായിരുന്ന മറ്റേ കുഞ്ഞിനെ കൊന്നുകൊണ്ടാണ് ആൽമ പുറത്തേക്ക് വന്നത്. സോ ഈ ഒരു രഹസ്യം അറിഞ്ഞ പാട് തന്നെ ഡിറ്റക്റ്റീവും നമ്മുടെ റേച്ചൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കാരണം ഫിക്സ് വന്നതുകൊണ്ട് അവളെ നിലവിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ആൽമയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അതായത് അവൾ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനല്ലല്ലോ, ഒരു പക്ഷി കൂടിക്കലർന്നൊരു ജീവിയാണല്ലോ അവള്, ഒരു പക്കാ മ്യൂട്ടന്റ്. എന്തായാലും ആശുപത്രിയിൽ കിടക്കുന്ന ആൽമയെ കാണിക്കുകയാണ്. അവൾക്ക് ഇതുപോലെ ഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഡോക്ടർമാർ ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിശോധന നടത്തിയപ്പോൾ അസ്വാഭാവികമായിട്ട് ഡോക്ടർക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതേ നേരം തന്നെ ആൽമയുടെ അമ്മ അതായത് റേച്ചലിന്റെ രണ്ടാനമ്മയ്ക്കും തീരെ വയ്യാതാവുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് ഒരാൾ കൂടെ വരുന്നുണ്ട്, മറ്റാരുമല്ല ഫ്രെഡി. ഡിറ്റക്റ്റീവിന്റെ വെടിയേറ്റ് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലെന്തോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ എപ്പോഴും അവൻ ഇടാറുണ്ട് തോന്നുന്നു. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വന്ന പാട് തന്നെ ഈ ഫ്രെഡി ചെയ്യുന്നത് നമ്മുടെ ആൽമയുടെ രഹസ്യം മനസ്സിലാക്കിയ ഡോക്ടറെയും അതുപോലെ തന്നെ അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു നേഴ്സിനെയും അപ്പൊ തന്നെ വെടിവെച്ച് കൊന്നുകളയാണ്. അതുപോലെ തന്നെ ഫ്രെഡിക്ക് നമ്മുടെ ആൽമയെ ജീവനോട് തന്നെ വേണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഈ ഒരു റിസോർട്ടിലേക്ക് വന്നപ്പോൾ മുതൽ ആൽമയെ വളരെ കെയറോട് കൂടിയിട്ടാണ് ഫ്രെഡി നോക്കിയിരുന്നത്. വന്ന പാട് തന്നെ കാറിൽ ഉണ്ടായിരുന്ന റേച്ചലിനെ പോലും മൈൻഡ് ചെയ്യാതെ ആൽമയോടാണ് ഫ്രെഡി സംസാരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് അവൾ കാണുന്ന സമയത്ത് അവളോട് നന്നായിട്ട് ഇടപഴകുന്നുണ്ടായിരുന്നല്ലോ. കാരണം അതൊരു കുക്കോ ബേർഡ് കൂടെ കൂടിയൊരു മിശ്രിതമാണ്. പേഴ്സണലി ഫ്രെഡിക്ക് ഈ കുക്കോ ബേർഡ്സിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇതിന് പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് മനുഷ്യനും കുക്കോ ബേർഡും കൂടെ കൂടിയുള്ള ഈ ഒരു മിശ്രിതം ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ എഗ്ഗ് മനുഷ്യ സ്ത്രീയുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാൻ പാകത്തിനുള്ള കുക്കോ ബേർഡും അതുപോലെ തന്നെ മനുഷ്യനും മിക്സ് ആയിട്ടുള്ള ആൾക്കാർ വേണം. എന്നാൽ ചെമ്പൻമുടിയുള്ള ആ ഒരു പെൺകുട്ടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പാകമായിട്ട് വരുന്ന നേരത്താണ് ഡിറ്റക്റ്റീവ് അവളെ വെടിവെച്ച് കൊന്നത്. അപ്പൊ ഇനി ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഫ്രെഡി കാണുന്നത് നമ്മുടെ ആൽമയാണ്. ആൽമയെ പൂർണ്ണമായിട്ടും ആ ഒരു പക്ഷിയെ പോലെ ആക്കി മാറ്റിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്നും ആരും അറിയാതെ ആൽമയെ ജീവനോടെ ഫ്രെഡിക്ക് കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് റേച്ചൽ വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അനിയത്തിയായിട്ടുള്ള ആൽമയെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഈ ഒരു ഡിറ്റക്റ്റീവിനോട് പറയുന്ന സമയത്ത് ഡിറ്റക്റ്റീവ് പറയുന്നത് അത് നിന്റെ അനിയത്തിയല്ല, അതൊരു മനുഷ്യനെയല്ല, ശരിക്കും അത് ജീവിച്ചിരിക്കാൻ പോലും പാടില്ല, നമുക്കതിനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ റേച്ചലിന് അത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. മാത്രമല്ല ഈ റേച്ചലിനെ ഈ ഒരു ഡിറ്റക്റ്റീവ് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റേച്ചൽ ഒന്നും നോക്കിയില്ല, കയ്യിലൊരു കത്തി എപ്പോഴും അവൾ വെക്കാറുണ്ടല്ലോ. ആ കത്തി എടുത്ത് ഡിറ്റക്റ്റീവിനിട്ട് ഒരു കുത്തും കൊടുത്ത് നേരെ നമ്മുടെ ആൽമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിലവിലിപ്പോൾ അവൾക്ക് ബോധമൊന്നുമില്ല. വേഗം തന്നെ ആൽമയെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എടുത്ത് അവൾ പുറത്തേക്ക് പോവാണ്. അതായത് ആൽമയെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ റേച്ചലിനുള്ളൂ. എന്നാൽ അതേ നേരം തന്നെ ആ ആശുപത്രിയിലേക്ക് മറ്റേ ആ ഒരു സ്ട്രേഞ്ച് ലേഡി ഉണ്ടല്ലോ, കണ്ടാൽ ഒരു കിഴവിയെ പോലെ തോന്നുന്ന ഒരു സ്ത്രീ അവര് വരികയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഈ കിഴവി എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനെയല്ല. ഈ കിഴവിയും ഇതുപോലെ തന്നെ ഒരു ന്യൂ സ്പീഷീസ് ആണ്, മനുഷ്യന്റെയും കുക്കോ ബേർഡിന്റെയും മിക്സ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാണ്ട്, ആൽമയുടെ ശരിക്കുള്ള അമ്മ എന്ന് പറയുന്നത് ദാ ഈ വരുന്ന ഈ സ്ത്രീ തന്നെയാണ്. എന്തായാലും റേച്ചലിന്റെ മുന്നിലേക്ക് ഇപ്പൊ ആ ഒരു സ്ത്രീ വന്ന് നിൽക്കുകയാണ് കേട്ടോ. റേച്ചലിന് ഒരു കാര്യം നന്നായിട്ട് അറിയാം, ഈ ആൽമയെ ഇവർക്ക് ജീവനോട് വേണം. സോ ഇവിടെ വെച്ച് ആൽമയെ രക്ഷപ്പെടുത്താനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇപ്പോ ആൽമയുടെ ദേഹത്ത് വെക്കുകയാണ്. ആ സീൻ എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല, കുട്ടികൾക്കെതിരെയുള്ള ഒരു കാര്യം യൂട്യൂബ് വെച്ച് ഉറപ്പിക്കില്ല. അതിനിപ്പോ സിനിമയിലെ സീനായാലും ശരി ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മതി. അതായത് ആൽമയുടെ ദേഹത്ത് കത്തി വെച്ച് റേച്ചൽ പറയണ് എന്റെ അടുത്തേക്ക് വന്നു പോകരുത്, വന്നാൽ ഞാൻ ഇതിനെ ഇവളെ കൊന്നുകളയുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു കിഴവി അതായത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. കാരണം ഇവർക്കൊക്കെ ആൽമയെ ജീവനോടെ വേണം. ഇനിയിപ്പോ ഈ ഒരു കിഴവി ഇല്ലാതായാലും ഈ ഒരു കുക്കോ ബേർഡിന്റെ വംശത്തെ
നിലനിർത്തണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആത്മ അവൾ അത്യാവശ്യമാണ്. അപ്പൊ ഈ കഥയുടെ അടുത്ത ഭാഗം കേൾക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. നമ്മുടെ പുതിയ ചാനലിൽ അതിന്റെ അടുത്ത ഭാഗം ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരെ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയിട്ട് ഇതിന്റെ അടുത്ത ഭാഗം കാണാൻ കഴിയും കേട്ടോ. എന്തായാലും ആ ഒരു ചാനലിലേക്കും കൂടെ പോവുക. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.